ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രിഡ്ജ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് 4 ഉരുളനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളയാം. എല്ലാം നമ്മളിത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ഐസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇത് കിടക്കണം. ഇപ്പം ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ കിടക്കണ കിഴങ്ങെടുത്ത് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് ഇതിലേക്ക് പിടിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് വേഗവും കൂടി വേണം. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു തുണിയിലേക്ക് ഇത് മാറ്റി വെക്കാം. ഇത് നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു തുണിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നിവർത്തി വേണം നമ്മൾ ഇടാനായിട്ട്. അപ്പൊ നമ്മൾ ഈ തോർത്തിൽ ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി കൊടുക്കാം. നമ്മളിത് എയർ ഫ്രയറിലാണ് വെക്കുന്നത്. നമുക്ക് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പം നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതൊന്ന് പോസ് ചെയ്യാം. ഇത് നമുക്ക് തുറക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഇത് എന്നിട്ട് നമുക്കിതൊന്ന് ഓണാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ എയർ ഫ്രയർ ഓട്ടോമാറ്റിക്കലി തന്നെ ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കിയാൽ മതി. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇത് അപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇറക്കിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിത് എയർ ഫ്രയറിൽ തയ്യാറാക്കിയത് കൊണ്ട് നമുക്ക് ഒത്തിരി ഓയിലിൻ്റെ ആവശ്യമൊന്നും നമുക്ക് വന്നിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നല്ല ഇതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട്. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും എൻ്റെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്